ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് കേരള ഗെയിമിംഗ് ബോയ്. അപ്പോൾ ഗായ്സ്, നമുക്കിന്നൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് വേറെ എങ്ങോട്ടല്ല, വാഗമണ്ണിയുള്ളൊരു അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് നമുക്കിന്ന് ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെയുള്ളൊരു ഓഫീസിൽ നിന്നാണ് നമുക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വെളുപ്പിന് 4 മണിയാണ്, ഒരു 4:30 ഒക്കെ ആകുമ്പോൾ വണ്ടി അവിടെ എത്തിക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ അടുത്ത് തന്നെയാണ്, ഒരു 10-15 മിനിറ്റ് മതി അവിടെ. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ അവിടെ വണ്ടി എത്തിക്കണം. 5 മണി 5:15 അവിടെ നിന്ന് വണ്ടി എടുക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ബ്യൂട്ടിയുടെ വണ്ടിയല്ല ഗൈസ്. ഓക്കെ, ഞാൻ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നുള്ള വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ടേ കോക്ടിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ ഗൈസ്, ഈ ഒരു ബസ്സിൻ്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഗൈസ് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി കിഡിൽ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഗൈസ് ക്യാബിലെ ലൈറ്റ് വർക്ക് തന്നെ ഗെയിമിന് വിഷയ ലൈറ്റ് വർക്കൊക്കെ ആണ്. ഓക്കെ, അതാണ്ട് ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ അവിടെ തന്നെ യെല്ലോയും അതുപോലെ തന്നെ ഗ്രീൻ ലൈറ്റൊക്കെ കത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാതിരിക്കാണ്ട് യെല്ലോയും ഗ്രീനും ആയിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ കാണാൻ അതിലും നമ്മുടെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിനിലെ വർക്ക് എന്നൊക്കെ പറയുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ക്യാബിനിലെ വർക്ക്. ഗൈസ് നമുക്ക് അകത്തത്തെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, അതാണ്ട് നിങ്ങൾ കണ്ടല്ലോ, അതാണ്ട് നമ്മൾ അകത്തത്തെ വർക്കാണ്. അതാണ്ട് പ്ലസ് ഇതാണ് അകത്തത്തെ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത്. അവിടെ ഇതാണ് ഈ അകത്തത്തെ വർക്കും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് ഇത്. അപ്പോൾ ഗൈസ് നമുക്ക് ഒരുപാട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് വണ്ടി പറഞ്ഞ സമയത്ത് അവിടെ എത്തിക്കണം. അവിടെ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടുകൊണ്ട് വണ്ടി ബ്ലോക്കായെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്യാണ്ട് പറ്റില്ല, സമയമില്ല. എന്നാലും വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ടാണ്. നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വൈപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ നേരെ ആ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സ്ഥലത്തോട്ടാണ് പോകേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഒരു ഓഫീസ് ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകെ. ഇപ്പം തന്നെ ഒരു 4:15 4:30 ആകുമ്പോൾ എത്തിക്കുകയാണ് അവർ പറഞ്ഞത്. ഇവിടെ വലിയ ബ്ലോക്കൊന്നും കാണത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും അറിയത്തില്ല ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ബ്ലോക്കൊന്നും കാണല്ലേ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അടുത്തൊക്കെയാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ് ഇനി എന്തായാലും നമുക്ക് നേരെ ആ ഒരു സ്ഥലത്തോട്ടും കാര്യങ്ങളൊക്കെ പോകാം. ഗൈസ് ഇതാണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഓഫീസിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഏതാണ്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, ഏതാണ്ട് നമ്മൾ വന്നപ്പോഴത്തെ എല്ലാം സെറ്റായി. കാരണം നമ്മൾ താമസിച്ചായി, ഇപ്പോൾ 5 മണിയായി. കാരണം നമ്മൾ വരുന്നവരിക്കും നമുക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോഴാണ് ഓഫീസിലെ എല്ലാവരും ട്രിപ്പ് കണ്ട് എല്ലാവരും ഇവിടെ വന്ന് സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ല ചിലപ്പം ബ്ലോക്ക് കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നല്ല ബ്ലോക്കായിരുന്നു. അപ്പം എന്തായാലും ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. നമ്മുടെ വണ്ടിയാണ് ഒരു പ്രത്യേക ലുക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ ലൈറ്റിങ് എല്ലാം ഓണാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കയറുന്നാണ്ട് ഇതാണ് ഓഫീസൊക്കെ എല്ലാവരും കയറുന്നുണ്ട്. അതാണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ് ഈ കുറ്റിക്കാട്. അതാണ്ട് ഇതാണ് ഓഫീസും കാര്യങ്ങളൊക്കെ. ഏതാണ്ട് കണ്ടോ, നിങ്ങൾ കണ്ടില്ല, അതാണ് ഈ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇനി നേരെ വാഗമണ്ണിലോട്ട് പോക്കി. എല്ലാവരും കയറട്ടെ. എല്ലാവരും പതുക്കെയാണ് കയറുന്നത്. എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് കയറി നമുക്ക് പെട്ടെന്ന് അങ്ങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ അങ്ങനെ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ എന്തായാലും വാഗമണ്ണിലോട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ട് പോകുന്നത്. ഇപ്പോഴും മഴയും കാര്യങ്ങളൊന്നും തോന്നിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് നേരെ എന്തായാലും വാഗമണ്ണിലോട്ടാണ്. ഓക്കെ, എന്നാൽ നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ കുറച്ച് താമസിക്കും. കാരണം നമ്മൾ ഇവിടെ നിന്ന് ട്രിപ്പ് എടുക്കാൻ താമസിക്കും. ഇനി അങ്ങോട്ട് ബ്ലോക്കാണെങ്കിൽ നല്ലോണം താമസിക്കും ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് എങ്ങനെയാണ് നമ്മൾ വരുന്നവരിക്കും ഇവിടെ ഒരു തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പണ്ട് അവിടെ നിന്ന് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ നേരെ ആ ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ടും കാര്യങ്ങളൊക്കെയാണ് പോകേണ്ടി പോകുന്നത്. ഓക്കെ, ഇതാണ്ട് ഇവിടെ ഇപ്പം തന്നെ നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാണ്ട് പറ്റില്ല. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിനി ആ ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ടും കാര്യങ്ങളൊക്കെ പോകാം. അപ്പം ഇവിടെയെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഇതിന് മുന്നേ ഒരു വട്ടം വാഗമൺ വ്യൂ പോയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലത്തെ ഒരു സ്ഥലമാണ് ഈ അഡ്വഞ്ചർ പാർക്ക് എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്നാലും അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം.
അപ്പം ഇതാണ് ഇവിടെ ഇതുപോലെ ഫുള്ള് ഇറക്കവും അതുപോലെ തന്നെ വളവും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, നമ്മൾ പെതുക്കെ പോകണം, പെതുക്കെ ബ്രേക്ക് പിടിച്ചൊക്കെ പെതുക്കെ പോകണം. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ആണ് അങ്ങനെ നമ്മൾ ആ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഏതാണ്ട് നമ്മൾ ഈ ഒരു ഗേറ്റൊക്കെ കയറി കഴിഞ്ഞാൽ ഗൈസ് ആ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ എത്തുന്നതാണ്. ഓക്കെ, നമുക്ക് കണ്ട ഇങ്ങനെ പോകാൻ കഴിച്ചാൽ അത് മാത്രമല്ല ഇത് ചെറിയൊരു വഴിയും കാര്യങ്ങളൊക്കെ ആണ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മളാ ഒരു പോലീസുകാരനെ കോർട്ടാക്കിയതൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ നമ്മളെന്താണ് നേരെ അങ്ങ് പോവാണ്. ഓക്കെ, ഓ ഗൈസ് പെട്ടെന്ന് തോന്നുന്നു ആ ഒരു വഴി കൂടെ വന്നാൽ മതി. ഏതാണ്ട് അവിടെ ഒരു ആംബുലൻസ് ആണ്, അതിൻ്റെ ഓർമ്മ ഒരു കാർ. ഓക്കെ, നമുക്ക് എന്തായാലും പതുക്കെ എടുത്തോണ്ടൊക്കെ പോകാം. ഓക്കെ, അവിടെ ഇതാണ് നമ്മളതിൽ പറഞ്ഞ പാർക്കൊക്കെ. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലോട്ട് പോയാലേ അത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതാണ്ട് എന്തായാലും നമ്മൾ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തി ആൾക്കാർ നടക്കുന്നത് അവരെല്ലാം വന്നിട്ട് കാണാം. ഗേൾസ് അങ്ങനെ അവരെല്ലാം അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബസ് ഇപ്പോൾ ഫുള്ളും അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിനി കൊണ്ടുപോയിട്ട് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ നമ്മൾ ട്രിപ്പ് എടുത്ത സ്ഥലത്ത് നിന്ന് തിരിച്ച് ട്രിപ്പ് കൊണ്ട് ഇറക്കാനായിട്ട് പോകണം, അതായത് ആൾക്കാരെ കൊണ്ട് ഇറക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ നേരെ ആ ഒരു ഓഫീസിലോട്ടും കാര്യങ്ങളൊക്കെയാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും ഇതായിട്ട് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ ഗൈസ്, നിങ്ങളാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ, മാക്സിമം നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് ആൾക്കാർ ഇറക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ നമുക്ക് ആ ഒരു ട്രിപ്പ് എടുത്ത സ്ഥലത്ത് ആൾക്കാർ ഇറക്കാനായിട്ട്. ഓ ഗൈസ്, അവിടെ അതിൻ്റെ ഒരു കട്ടർ ഉണ്ടായിരുന്നു, അവിടെ ചാട്ടിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു വീഡിയോയുടെ വോയിസ് ഓവർ ചെയ്യുന്നൊരു സെറ്റായി കാണത്തില്ല. ഗൈസ്, എനിക്ക് പനിയാണ്, അതുകൊണ്ട് ചെയ്യുന്നതിന് എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് എന്താണ് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തായാലും. ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കാണുന്നൊരു ബൈ ബൈ. അത് മറ്റൊരു ആൾക്കാർ ഇറങ്ങുന്നുണ്ട്.